അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് നാർസിസിസം നാർസിസിസ്റ്റിക് അബ്യൂസ്, NPD എന്താണെന്നാണല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് NPD എന്നൊന്ന് നോക്കിയാലോ. NPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ICD-DSM എന്ന് പറഞ്ഞിട്ടുള്ള സൈക്യാട്രിക് ഡിസോർഡേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരിതാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി. പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു ടൈപ്പ് അല്ല. അതിപ്പോൾ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമല്ല, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ BPAD ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട്. ബൈപ്പോളാർ ഡിസോർഡർ പോലെ തന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അതുപോലത്തെ ഒരു കാറ്റഗറിയാണ് നമ്മുടെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമയാവാം, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അത് കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് അത് വരാം, അല്ലെങ്കിൽ വരാതെയും ഇരിക്കാം. അപ്പോൾ എന്താണ് ഈ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് പല ട്രെയ്റ്റ്സാണ്. ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ഇന്ന സ്വഭാവങ്ങൾ കാണിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. നമ്മൾ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത സ്വഭാവം, അതായത് ഇപ്പോൾ ഒരു സിഗരറ്റ് വലിയൊരു സ്വഭാവമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റും. അതിൽ നമ്മൾ അഡിക്ഷനിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മുടെ ജന്മനാ കിട്ടിയിരിക്കുന്ന ഈ ജാത്യാലുള്ളത് തൂത്താ പോയില്ല എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവം നമുക്കൊരിക്കലും മാറ്റി കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, സൈക്കോതെറാപ്പി, അങ്ങനെ പല മെത്തേഡ്സിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഈ അഹാനയുടെയും അദ്വൈതിൻ്റെയും ഒരു സീരീസ് വെച്ച് തന്നെ ഞാൻ പറയാം. ഇതിൽ നമ്മുടെ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിൽ നമ്മളൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ അവർ നമ്മളെ വളരെ നന്നായിട്ട് കൺവിൻസ് ചെയ്യും. അവർ ഈ ഡ്രഗ് അബ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസൊക്കെ കാരണം നമുക്ക് ഇതുപോലത്തെ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരാവുന്നതാണ്. പിന്നെ അതൊരു റീസൺ, ഇതുപോലത്തെ പീഡികളുടെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ കാരണം, അല്ലെങ്കിൽ നമുക്ക് ചൈൽഡ്ഹുഡിൽ വന്നിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതരം അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് കാരണം അങ്ങനെയൊക്കെ വരാവുന്നതാണ് ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇപ്പം നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും ആൾക്കാരുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് കമൻറ്റിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് ഞാൻ ചെയ്യാൻ നോക്കാം, ഈ സീരീസിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ട്രെയ്റ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ വിക്ടിംസിൽ വരുന്നത് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം തന്നെ നമ്മൾ ഉടലെടുത്തത് ഒരു നാർസിസിസ്റ്റ്, ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാളുടെ റിഫ്ലക്ഷൻ തന്നെ നദിയിൽ പോയിട്ട് നോക്കിയിട്ട് അയാൾ എന്ത് ചെയ്യും, അയാൾ ഒരു സെൽഫ് ലവ്, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഭ്രാന്തമായ ഒരു സെൽഫ് ലവ് ഉള്ള ആളായിരുന്നു അയാൾ. അപ്പം നമ്മുടെ സ്വന്തമായിട്ട് ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ സ്വന്തമായി ഒരു തെറ്റുകളും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സെൽഫ് ലവ് കൂടുതലുള്ള ആളെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അവരെ? ഇല്ല. കാരണം അവർ എംപ്റ്റി വെസൽ പോലെയാണ്. നമ്മുടെ ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഒരു എംപ്റ്റി വെസൽ പോലെയാണ് അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ഇപ്പോൾ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പല്ല് ട്വിസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് ഭയങ്കര വണ്ണമാണ്, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും. പക്ഷേങ്കിൽ എന്താണ്, അവർ ഭയങ്കര വലിയ ആളാണ്, അവർക്ക് ഭയങ്കര കഴിവുകളുണ്ടാവും, കഴിവുകൾ ഉണ്ടാവില്ലെന്നല്ല. ഇപ്പം പല നാർസിസിസ്റ്റുകളും നല്ല കഴിവുള്ള നാർസിസിസ്റ്റുകളുണ്ട്, അവർക്ക് കഴിവുകളുണ്ട്. പക്ഷേ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അയ്യോ എനിക്ക് അതില്ല ഇതില്ല, കഴിവുകളേക്കാൾ കൂടുതൽ നമുക്ക് കഴിവില്ലായ്മകളെ നമ്മൾ
കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണല്ലേ ഇൻസെക്യൂരിറ്റി. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിളാണ് നാർസിസിസ്റ്റ്. അപ്പോൾ അവർ ചുറ്റുമുള്ള ഈ പാരസൈറ്റ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇത് നമ്മുടെ ചോര കുടിക്കുന്ന അട്ട ഉണ്ടല്ലോ മൂന്നാറൊക്കെ പോകുമ്പോൾ, ആ സൈഡ് ഹൈ റേഞ്ച് പോകുമ്പം, അതുപോലത്തെ ഒരു പാരസൈറ്റ്സിനെ പോലെ ആയിരിക്കും അവർ ആക്ട് ചെയ്യുക. അവരുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ദുഷ്ടന്മാരായ, അതായത് അവരുടെ പ്രോസസ്സ് ഒന്നും ഏൽക്കാത്ത ആൾക്കാരെ അവരെടുക്കില്ല. അവർക്കതിൽ ത്രില്ലില്ല. കുറച്ച് എമ്പതി ഉള്ള അല്ലെങ്കിൽ കുറച്ച് കൈൻഡ്നെസ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെക്കുറിച്ച് പഠിക്കും. ഫസ്റ്റ് അവർ ടെക്സ്റ്റ് ചെയ്യും. അപ്പം എംപാത്തായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? തിരിച്ച് റിപ്ലൈ ചെയ്യും. ഇൻ നോ ടൈം അവർ അവൈലബിൾ ആണെങ്കിൽ തിരിച്ച് റിപ്ലൈ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അവർ ടെക്സ്റ്റിന് പെട്ടെന്ന് റിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവർക്ക് ത്രില്ലാണ്. അവർ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ പോലെ, കുഞ്ഞിൻ്റെ ക്യാരക്ടർ പോലെ. അപ്പോൾ ഭയങ്കര ത്രില്ല് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് അവർക്ക്. അപ്പോൾ അവർക്കത് എൻജോയ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള വീക്കായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വീക്ക് എന്ന് പറയാൻ പറ്റില്ല, എംപതി കൈൻഡ്നെസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവർ ഇരകളായി തിരഞ്ഞെടുക്കുക. ഇവരുടെ അടവൊക്കെ നടക്കുന്നത് അവർക്കിടയിലല്ലേ, കുറച്ച് ബോൾഡായിട്ടുള്ള കുറച്ച് ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വേണം പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരെയാണ് ഇവർ സെലക്ട് ചെയ്യുക. ഇവരുടെ ഇത് നാർസിസം തന്നെ പല രീതിയിലുണ്ട്. ഇവർക്ക് എപ്പോഴും ഒരു അഡിക്ഷൻ ഉണ്ടാവും. അതിപ്പോൾ പോണാവാം, അല്ലെങ്കിൽ ആൽക്കഹോൾ ആവാം, ഡ്രഗ് ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. കാരണം എന്താണ്, അവർക്ക് നമുക്കെല്ലാവർക്കും വരുന്ന പോലെ ഡോപ്പാമിൻ അവർക്ക് അവരുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവർക്ക് ഡോപ്പാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പോൾ അവർക്ക് ആർട്ടിഫിഷ്യലി ഈ സംഭവം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു അഡിക്ഷനും കൂടെ അവർക്കുണ്ടാവും. അവർ ചീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് വളരെയധികം കൂടുതലാണ്. അവർ ഒരു റിലേഷൻഷിപ്പിൽ അവർ എന്തായാലും ചീറ്റ് ചെയ്തിരിക്കും. ചീറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് ഒരു 5 വർഷം, അതിപ്പം അവർക്ക് കിട്ടുന്ന സപ്ലൈ അനുസരിച്ച്, സപ്ലൈ എന്നാണ് ഇതിന് പറയുക. അതായത് ഇതുപോലത്തെ സിമിലർ ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ തന്നെ അവർ വേറെ ഒരു ആളെ കണ്ടെത്തിയിട്ടുണ്ടാവും, ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. കാരണം ഇവർ പോയാലും നമുക്ക് എന്ത് ചെയ്യണം? റീകണക്റ്റ് ചെയ്യണം. വേറെ ഒരാളില്ലാതെ ഇവർക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഫ്രണ്ട്സ് ആവാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് എപ്പോഴും വാലിഡേഷൻ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവരുടെ ഫ്രണ്ട്സും ഇവർക്ക് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒട്ടും ഉണ്ടാവില്ല. മറ്റൊരു ആളുടെ എംപതറ്റിക്കായിട്ട് പെരുമാറുക, മറ്റൊരാളുടെ സാഡ്നെസ്, അല്ലെങ്കിൽ ഇവരിങ്ങനെ വേദനിപ്പിക്കും. പക്ഷെ ഇവർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവില്ല, മറ്റൊരാൾ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഷമിക്കുകയാണെന്നൊക്കെ. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എല്ലാം ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.